പുകഴ്ചയെടുക്കാനൊന്നുമില്ല. കർത്താവ് നമ്മളെ നടത്തുന്നത് കൊണ്ട് നമ്മൾ നടക്കുന്നു. ചിലരൊക്കെ ഞാൻ ചെയ്തു. ഇല്ല പ്രിയരെ, ഒരിക്കലും നടക്കത്തില്ല. കർത്താവ് ചെയ്തതുകൊണ്ടും കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ടും മാത്രം ഈ പകലും നമ്മൾ നിലനിൽക്കും. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് തിരഞ്ഞെടുത്ത ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ചിട്ട്, ആ സ്നേഹത്തെ ഒന്ന് അറിഞ്ഞിട്ട്, റോമാലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്ത് പൗലോസ് ഈ വാക്യം സഭയ്ക്ക് കൈമാറുമ്പോൾ നമ്മളൊരു കാര്യം അവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ സ്നേഹമാണ് അവിടെ കാണുന്നത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? തകർന്നു പോകാതിരിക്കാൻ, നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ. പ്രിയരെ, കിട്ടുന്ന അവസാന ചാൻസ് ആണെന്ന് അറിഞ്ഞിട്ട്, ദൈവം തന്ന ഒരു അവസരം കൂടെയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് പൂർണ്ണതയിലോട്ട് പ്രവേശിപ്പാൻ കർത്താവിനോട് യാചിച്ച് ആ നീതീകരണത്തിലേക്ക് പ്രവേശിപ്പാൻ, ആ തേജസ്കരണത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ നിത്യത